കോലലംപൂരിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ദേ ഇവിടെയാണ്. 37 ഫ്ലോർസ് ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണിത്. ഹോട്ടൽ സെലക്ട് ചെയ്യാതെ എന്തുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ് എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെയൊരു സ്റ്റേ വേണമെങ്കിൽ എപ്പോഴും അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നല്ലൊരു ചോയ്സ്. മാത്രമല്ല കോലലംപൂരിൽ ഇതിന് ഒരുപാട് ഓപ്ഷൻസും അവൈലബിൾ ആയിരുന്നു. ഈ സ്റ്റേ ഞങ്ങൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നാട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തെടുത്തതാണ്. ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേരാണ് സിലോൺ സ്യൂട്ട്സ്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പുത്രാജയിലേക്കാണല്ലോ പോയത്. അവിടെ നിന്ന് ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ലഞ്ച് ടേക്ക് അവേ ആയിട്ട് എടുത്തിട്ട് നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയായിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2-2:30 അടുപ്പിച്ച് ഞങ്ങളിവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ കിട്ടുന്ന റൂം സർവീസും പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഒഴിച്ചാൽ ബാക്കി ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുപക്ഷെ അതിൽ കൂടുതലും ഒരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റേയിലുണ്ട് കേട്ടോ. ഇവിടെ റിസപ്ഷനിൽ ആ ലോബിയിൽ തന്നെ ഒരു ATM കൗണ്ടറും പിന്നെ ഒരു കൺവീനിയൻസ് സ്റ്റോറും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡേ ടൈമിലെ ഔട്ടിങ്ങിന് ശേഷം നൈറ്റിൽ തിരിച്ച് ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവർ ദേ തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ 34th ഫ്ലോറിലുള്ള ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് കിട്ടിയത്. ഇവിടെ വേറെ എടുത്തു പറയേണ്ട ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇവരുടെ ജിം, പിന്നെ ഇൻഫിനിറ്റി പൂൾ, കഫേ, റെസ്റ്റോറൻറ്റ്, പിന്നെ 4 ഫ്ലോർസിലായിട്ടുള്ള പോക്കറ്റ് ഗാർഡൻസ്, ഇതൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ താമസിച്ച റൂമിൻ്റെ റൂം ടൂറാണ് ഈ വീഡിയോ. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്യാവശ്യം നല്ല സ്പേഷ്യസും പിന്നെ നീറ്റ് ആൻഡ് ക്ലീനും ആയിരുന്നു റൂം. ഈ കാണുന്ന വിൻഡോസ് ഇല്ലേ, അതുവഴി പുറത്തോട്ട് നോക്കുമ്പോൾ കോലലംപൂരിലെ ഈ സൈഡിലുള്ള ബിൽഡിങ്സൊക്കെ കുട്ടി കുട്ടി ബിൽഡിംഗ് ബ്ലോക്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പക്ഷേ ഉണ്ടല്ലോ, ഇത് 34th ഫ്ലോറിൽ നിന്നാണ് ഞാൻ പുറത്തോട്ട് നോക്കി കാണുന്നത് എന്ന് റിയലൈസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു കേട്ടോ. ഡേ ടൈമിൽ ഇതാണ് വ്യൂ എങ്കിൽ നൈറ്റിൽ എന്തായിരിക്കും അതിൻ്റെ ഭംഗിയെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. നൈറ്റിലെ വ്യൂ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. അത്ര മനോഹരമാണ്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഷോർട്സ് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ വൈറ്റ് ബിൽഡിംഗ് ഇല്ലേ, ഇതാണ് മേ ബാങ്ക്. അസറ്റ്സ് പ്രകാരം മലേഷ്യയിലെ ലാർജസ്റ്റ് ബാങ്കും പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബാങ്ക്സുമാണ് ഈ മേ ബാങ്ക്. വരും ദിവസങ്ങളിൽ ഞാൻ മേ ബാങ്കിൻ്റെ ഒരുപാട് ഔട്ട്ലെറ്റ്സും പിന്നെ പേയ്മെൻറ്റ് QR കോഡ് ചെയ്യുന്ന സെക്ഷൻസും ഒക്കെ പല സ്ഥലങ്ങളിലും കാണാനിടയായി. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ആയത് കാരണം തന്നെ ഇവിടെ ഒരു കിച്ചണറ്റ് ഉണ്ടായിരുന്നു. അതായത് ബേസിക് കുക്കിങ്ങും ഫുഡ് പ്രിപ്പറേഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ കുക്കിംഗ് ഏരിയ. അതിൽ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്യാസ് സ്റ്റൗ, മൈക്രോവേവ് അവൻ, പിന്നെ ഒരു കെറ്റിൽ. ഈ കാണുന്ന എല്ലാം സ്റ്റോറേജ് സ്പേസസ് ആണ്. ഫുഡ് പ്രിപ്പറേറ്ററി ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ക്യാബിനറ്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ യൂട്ടൻസിൽസ് ആയിട്ട് ഉണ്ടായിരുന്നത് മഗ്സ്, ഗ്ലാസ്, പ്ലേറ്റ്സ്, പാൻസ്, കട്ട്ലറീസ്, ഇതൊക്കെയാണ്. ഇതെല്ലാം നല്ല നീറ്റായിട്ട് ഡ്രോസിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു ചെറിയ തോതിലുള്ള കുക്കിംഗ് ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, ഒരു ഷോർട്ട് സ്റ്റേക്കായിട്ട് വന്നതല്ലേ, വിസിറ്റ്സ് ആയിട്ടും സൈറ്റ് സീയിങ് ആയിട്ടും ഒക്കെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാം, കുക്കിംഗ് എന്നുള്ള ഏരിയയിലോട്ട് കടക്കുക വേണ്ട എന്ന് വിചാരിച്ചു. ആകെ ചെയ്തത് ദിവസവും രാവിലെ ഒരു കോഫി ഇടുന്നുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു സിങ്ക് ഏരിയയും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ബിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്കിൽ 2 ടാപ്പ് ഉണ്ടായിരുന്നു. ആ കാണുന്ന ചെറിയ ടാപ്പില്ലേ, അതിലൂടെ ഫിൽറ്റേർഡ് ഡ്രിങ്കിങ് വാട്ടറാണ് വരുന്നത്. അപ്പോൾ അതും ടേക്കൺ കെയർ ആയി. കിച്ചണറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു പാർട്ടീഷൻ പോലത്തെ ഒരു ഡോർ ഉണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും പോർഷൻ വിസിബിൾ ആവില്ല. അപ്പോൾ നല്ലൊരു ക്യൂട്ട് കുക്കിംഗ് ഏരിയ ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജാണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫ്രിഡ്ജ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് അത്ര യൂസ് ചെയ്തിട്ട് വന്നില്ല. പക്ഷേ ലോങ് സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളും എക്കണോമിക്കലും ആയിരിക്കും. തൊട്ടടുത്തൊരു ലോങ് ക്യാബിനറ്റ് ആയിരുന്നു. നമ്മുടെ ലഗേജസ്, ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു വാഷ്റൂം. വാഷ്റൂമിന് സ്ലൈഡിംഗ് ഡോറാണേ. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു വാഷ്റൂം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ വാഷിംഗ് മെഷീനും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് പീരീഡിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റിന് ഇതും ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ സ്റ്റേ കാട്ടി വ്യത്യസ്തമാവുന്നതും. ഈ സ്ലൈഡിംഗ് ഡോറ് നല്ല ഹാൻഡി ആയിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ കബേർഡ്സ്. ക്ലോത്ത്സും മറ്റും സൂക്ഷിക്കാനായിട്ട് 2 സെക്ഷൻസ് ആയിട്ടാണ് കബേർഡ്സിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ ഒരു എക്സ്ട്രാ ബ്ലാങ്കറ്റും പിന്നെ ഒരു എക്സ്ട്രാ ബെഡ്ഷീറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സെക്ഷനിൽ ഒരു സെറ്റ് ഓഫ് ഹാങ്ങേഴ്സ്, പിന്നെ ഒരു അയണിങ് ടേബിൾ, പിന്നെ ഒരു ഫ്രഷ് സെറ്റ് ഓഫ് എക്സ്ട്രാ ടവൽസ്, ഒരു ഹെയർ ഡ്രയർ, ഒരു അയൺ ബോക്സ്, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്.
ഞാൻ വീണ്ടും വീണ്ടും ആ വിൻഡോസിൻ്റെ അരികിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരുന്നു. കാരണം അതുവഴി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര നോക്കിയിട്ടും അത് തീരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓരോ തവണ നോക്കുമ്പോഴും എന്തൊക്കെയോ പുതുമ അവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. മാത്രമല്ല, എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറയുന്നതും ആ വിൻഡോ പെയിനോട് ചേർന്ന് കിടക്കുന്ന കുഷ്യൻ ഇട്ടിട്ടുള്ള ഈ സീറ്ററാണ്. ഇവിടെ ഇങ്ങനെ ചാരിയിരുന്ന് ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഒരു ബുക്കൊക്കെ വായിച്ച് ഇടയ്ക്കൊന്ന് പുറത്തോട്ടൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? ഞാനതിങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു. ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം, പിന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേൽക്കണം. ഭക്ഷണം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്ന് കഴിക്കും. അത് കഴിഞ്ഞ് ഈവനിങ് ഒരു 6 o'clock അടുപ്പിച്ചാണ് ഡ്രൈവറിനോട് വരാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് കോലലംപൂരിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റും പിന്നെ നൈറ്റ് ലൈഫും തങ്ങി നിൽക്കുന്ന ബുക്കിറ്റ് ബിൻചാങ്ങിലേക്ക് പോകാമെന്നുള്ളതാണ്. ആ പ്ലേസ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. പക്ഷേ എങ്കിലും ഫസ്റ്റ് ടൈം പോകുന്നതല്ലേ, അതുകൊണ്ട് ക്യാബ് എടുത്ത് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ബുക്കിറ്റ് ബിൻചാങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.